ഒരു കുടുംബത്തിൽ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, ഭർത്താവ്, പട്ടി, അമ്മൂമ്മ എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ കൊല്ലാനിറങ്ങിയാൽ എന്ത് ചെയ്യും? ഊമ്പിയത് തന്നെ. സാധാരണ കുടുംബ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് തർക്കം, കല്യാണ വഴക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലെ ഫൈറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സിനിമയിൽ കുടുംബയോഗം തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ ഈവിൾസായി മാറാൻ തുടങ്ങി. ഒരു കൊച്ചു പുസ്തകം തുറന്ന് വായിച്ചതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെ കുടുംബശ്രീ മീറ്റിങ്ങിൽ നിന്ന് നേരെ നരകശ്രീ മീറ്റിങ്ങിലേക്ക് മാറിയെന്ന് കാണിക്കുന്ന കിണ്ണങ്കാച്ചി ഹൊറർ സിനിമയാണ് ഈവിൾ ഡെഡ് ബേൺ. ഈ സിനിമയിൽ ഒരു നിമിഷം നിങ്ങൾ പേടിക്കും, അടുത്ത നിമിഷം ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കഴപ്പ എന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ ലൈറ്റ്സ് ഓഫ് ആക്കൂ, വാതിലൊന്ന് ലോക്ക് ചെയ്യൂ, വീട്ടിൽ ആരെങ്കിലും പഴയ മന്ത്രപുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കൂ. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈവിൾ ഡെഡ് ബേൺ എന്ന ഈ സിനിമയുടെ കഥയാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് നമ്മുടെ ജോസഫ് പ്രൈസ് എന്ന കൊച്ചുകുണ്ണയിൽ നിന്നാണ്. ലോകത്ത് എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റീൽസൊക്കെ നോക്കി സമയം കളയുമ്പോൾ ഈ മനുഷ്യൻ മരിച്ചുപോയ മുത്തച്ഛൻ്റെ വീട്ടിൽ കുണ്ടിയും കുത്തിയിരുന്ന് വർഷങ്ങളായുള്ള കുറിപ്പുകൾ പൊടിതട്ടി വായിക്കുകയാണ്. വീട്ടിലെ പൊടി മാത്രം നോക്കിയാൽ അവിടെ അവസാനമായി വൃത്തിയാക്കിയത് ഡൈനോസറുകൾ ജീവിച്ചിരുന്നതായിരിക്കണം. അങ്ങനെ കുത്തിയിരുന്ന് നോക്കുമ്പോഴാണ് അവൻ്റെ കയ്യിലെത്തുന്നത് ബുക്ക് ഓഫ് ദി ഡെഡ് എന്ന കൊച്ചു പുസ്തകം. ബുക്ക് കണ്ടതും ജോസഫ് ചേട്ടന് മൂടായി. അവൻ പുസ്തകം തുറന്ന് മന്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു. ദുഷ്ടശക്തി വരരുത് എന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈ മനുഷ്യൻ അവറ്റകൾക്ക് സൂം മീറ്റിംഗ് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. പുസ്തകം തുറന്നതും അവന് മനസ്സിലാകുന്നു, ഡെഡൈറ്റ്സ് എന്ന് വിളിക്കുന്ന ഈ മൈരികൾ ഒരിക്കൽ ഉണർന്നാൽ പിന്നെ അവരെ നിർത്തുക എന്നത് KSRTC ബസ് ഓടിക്കുന്നതിലും ബുദ്ധിമുട്ടാണെന്ന്. അതേസമയം അവരെ കൊല്ലാനുള്ള ഒരു പ്രത്യേക കത്തിയും അവൻ കണ്ടെത്തുകയാണ്. അങ്ങനെ അബദ്ധത്തിൽ അവൻ ഉണർത്തുന്നത് ജെസ്സിക്ക ചേച്ചിയാണ്. അതെ, ഭൂതലോകത്തെ സുന്ദരി. ഇതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ ലിയോയും ജേക്കും മീൻ പിടിക്കാൻ തടാകത്തിലേക്ക് പോവുകയാണ്. കാറ്റും കൊണ്ട് വളിയും വിട്ട് മീൻ പിടിക്കുമ്പോൾ ലിയോയുടെ ഗേൾഫ്രണ്ട് തുടരെ വിളിക്കുകയാണ്. ജേക്ക് പറയുന്നുണ്ട്, എടാ എടുക്കണ്ട. പക്ഷേ പ്രണയത്തിലായ മനുഷ്യൻ്റെ ബുദ്ധി വൈഫൈ ഇല്ലാത്ത റൗട്ടർ പോലെയാണ്. അവൻ ഫോൺ എടുക്കാൻ മാറിപ്പോകുന്നു. ഇപ്പോൾ ബോട്ടിൽ ജേക്ക് ഒറ്റയ്ക്കാണ്. പക്ഷേ ഫിഷിംഗ് റോഡ് വലിഞ്ഞു പോകുന്നു. ജേക്ക് ആവേശത്തിൽ, ഓ മൈർ, ഇന്നത്തെ രാത്രി ഫ്രൈ റെഡിയായി എന്ന് കരുതി ഒരൊറ്റ വലി. പക്ഷേ പുറത്തു വന്നത് മീനല്ല, ഒരു മനുഷ്യന്റെ അറ്റുപോയ തല. ജേക്കിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ലോഗൌട്ടാവാൻ തുടങ്ങുന്നു. അതിന്റെ ഞെട്ടൽ മാറും മുമ്പ് തന്നെ തടാകം മുഴുവൻ കുലുങ്ങുകയാണ്. വെള്ളത്തിനുള്ളിൽ നിന്ന് വയറുകളും കേബിളുകളും പുറത്തേക്ക് വരുന്നു. കണ്ടാൽ KSEB ഓഫീസ് മുഴുവൻ തടാകത്തിൽ മുങ്ങിയതുപോലെ. അവ നേരെ ജേക്കിനെ ചുറ്റിപ്പിടിക്കുന്നു, കഴുത്തുമുറുക്കുന്നു. ജേക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്, മൈരികളെ ഊമ്പിക്കല്ലേ. പക്ഷെ കിട്ടിയത് ഗ്ലുക്ക് ഗ്ലുക്ക് എന്ന സൗണ്ട് എഫക്റ്റ് മാത്രം. അങ്ങനെ അവനെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചഴയ്ക്കുന്നു. ലിയോ തിരിച്ചു വന്നപ്പോൾ കൂട്ടുകാരനെ കാണാനില്ല. അവൻ തിരയാൻ പോകുന്നു. പക്ഷേ വെള്ളത്തിനിടയിൽ നടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് മീൻപിടുത്തമല്ല, ചെക്കനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം മുഴുവൻ ചുവന്ന രക്തം. അവസാനം ജേക്കിനെ മുകളിലേക്ക് വലിച്ചപ്പോൾ ശരീരം രണ്ടായി മുറിഞ്ഞു കിടക്കുന്നു. അപ്പോഴാണ് തടാകത്തിൽ നിന്ന് ജെസ്സിക്ക ചേച്ചി പുറത്തു വരുന്നത്. ശാന്തമായി നടന്നു വരുന്നു. അവളുടെ നടപ്പ് കണ്ടാൽ മോഡൽ റാമ്പിൽ ഇറങ്ങുന്നത് പോലെ. വാവ്. പക്ഷേ ലക്ഷ്യം ഫാഷൻ ഷോ അല്ല, കൊലപാതകം. ലിയോ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. ജെസ്സിക്ക അയ്യെ പറ്റിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡിൽ ബോട്ട് മറിച്ചിടുകയാണ്. അതിനുശേഷം തടാകം തിളയ്ക്കാൻ തുടങ്ങുന്നു. മീനുകളെല്ലാം ഇതെന്ത് മൈർ എന്ന് പറഞ്ഞ് പൊന്തി വരുന്നു. ലിയോ എങ്ങനെയോ കരയിലേക്ക് എത്തുകയാണ്. പക്ഷേ രക്ഷപ്പെടുന്നില്ല. ജെസ്സിക്ക അവൻ്റെ മുകളിലൂടെ തേമ്പി നടന്നു പോകുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. പൊതുവെ ആളുകൾ രാവിലെ നടക്കാൻ പോകും. ജെസ്സിക്കയുടെ മോർണിംഗ് വാക്ക് ഇങ്ങനെയാണ്. കാട്ടിലൂടെ നടന്ന് ഹൈവേയിലേക്ക് എത്തിയപ്പോൾ തടാം, ഒരു കാർ അവളെ ഇടിക്കുന്നു. പക്ഷേ സാധാരണ മനുഷ്യൻ ഇടിക്കപ്പെട്ടാൽ ആശുപത്രിയിൽ പോകും. ജെസ്സിക്ക ഇടിക്കപ്പെട്ടാൽ കാറിലുള്ളവരാണ് ആശുപത്രിയിലേക്ക് പോകേണ്ടത്. കാരണം അവൾ പ്രേതമല്ലേ. ഇതിനിടെ ജോസഫിന്റെ ജന്മദിന പാർട്ടി. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ വില്ല എന്ന മനുഷ്യൻ മാത്രം ജീവിതകാലം മുഴുവൻ നാരങ്ങ നടക്കുന്ന ഒരുത്തിനെ പോലെയാണ് അവൻ്റെ തൊലിഞ്ഞ മുഖം. ജോസഫിന് സമ്മാനമായി ഒരു വിലകൂടിയ പേന കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നത്, ഇത്ര നാളായി ഒരു പുസ്തകം പോലും എഴുതാൻ നിനക്ക് പറ്റിയില്ലല്ലോ മൈരെ, ഇനിയെങ്കിലും എഴുത് എന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഇവനെന്ത് തേങ്ങയാണ് ഈ സമയത്ത് പറയുന്നത് എന്ന ചിന്തയായിരുന്നു. ആലീസ് സാഹചര്യം രക്ഷിക്കാൻ വേണ്ടി ഒരു മനോഹര ചിത്രം സമ്മാനിക്കുകയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു. ബില്ലയ്ക്ക് മാത്രം അസൂയ. കാരണം അസൂയ തോന്നാൻ അവന് പ്രത്യേക കാരണമൊന്നും വേണ്ട. ശ്വാസമെടുക്കുന്ന ആളെ കണ്ടാൽ പോലും അസൂയ തോന്നുന്ന ഒരുത്തനാണവൻ. പിന്നീട് അബദ്ധത്തിൽ ജോസഫ് ആലീസിനെ ചുംബിക്കുകയാണ്. ബില്ലയ്ക്ക് ഇത് കണ്ടപ്പോൾ അവന്റെ CPU ഓവർ ഹിറ്റായി. റാം കത്തി, മദർബോർഡ് പൊട്ടി. മനുഷ്യൻ ഉടനെ വഴക്ക് തുടങ്ങുകയാണ്. പുറത്തിറങ്ങിയ ആലീസ് നാക്ക് പുറത്തേക്കിട്ട് സിഗരറ്റ് അകത്തേക്ക് വലിക്കുന്നു. വില്ല വീണ്ടും അവളെയും കുറ്റപ്പെടുത്തുകയാണ്. അവസാനം ആലീസ് പൊട്ടിത്തെറിക്കുന്നു. ഒന്ന് നിർത്തിയിട്ട് പോമയിരെയെന്ന് അവൾ. വില്ല ദേഷ്യത്തിൽ വളിയും വിട്ട് കാറെടുത്ത് പോവുകയാണ്. ഓടിക്കുന്നത് കാറില്ല, അവന്റെ പിരിയിളകിയ ദേഷ്യം തന്നെയായിരുന്നു. റോഡിലൂടെ വാണം വിട്ട് പറന്നു പോകുമ്പോൾ പെട്ടെന്ന് ജെസ്സിക്ക ചേച്ചിയെ അവൻ ഇടിക്കുകയാണ്. കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ ഉമ്മ വെച്ച് ഇടിച്ചു മറിയുന്നു. ബോധം വീണ്ടെടുത്ത വില്ല കണ്ട കാഴ്ച. കാറിനുള്ളിൽ ജെസ്സിക്ക ചേച്ചി. അവിടെയും തീർന്നില്ല.
ജെസിക്കയുടെ അറ്റുപോയ തല വേറെ കിടന്ന് അവനെ നോക്കി തൊലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിന്നെ കണ്ടെത്തി കൊച്ചുമൈരെ. അത് കണ്ട വില്ലയുടെ ആത്മാവ് നേരെ IRCTC വഴി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാണ്. അതിനുശേഷം ജെസിക്ക അവനെ സീറ്റിൽ കെട്ടിയിടുന്നു. കാറിന് തീ കൊളുത്തുന്നു. വിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെസിക്ക ചേച്ചി അവിടെ നിന്നുകൊണ്ട് തൊലിക്കുകയായിരുന്നു. ഇതിനിടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആലീസ് ഫ്യൂണറൽ ഹോമിൽ എത്തുകയാണ്. അമ്മായിയമ്മ, അമ്മ, ജോസഫ്, തിയ എല്ലാവരെയും കാണുന്നു. പക്ഷേ ഏറ്റവും വലിയ വേദന, ഡിമെൻഷ്യ ബാധിച്ച അമ്മയ്ക്ക് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ സംസ്കാര ചടങ്ങ് തുടങ്ങുന്നു. പുറത്ത് കൺസ്ട്രക്ഷൻ വർക്ക്, അകത്ത് ഫ്യൂണറൽ. ഇരുവരും തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കുക എന്ന്. സൂസൻ മകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും തേമ്പി കരയുന്നു. ആലീസിന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവസാനം ബില്ലയുടെ മൃതദേഹം ക്രമേഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ടക് 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 വാതിലിൽ മുട്ടുന്ന ശബ്ദം. എഡ്ഗർ വാതിൽ തുറക്കുന്നു. പുറത്ത് ആരുമില്ല. അയാൾ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. വീണ്ടും ആ ശബ്ദം. ഈ തവണ മനസ്സിലാക്കിയാണ് ശബ്ദം വരുന്നത് ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നാണ്. അയാൾ പതുക്കെ അടുത്തേക്ക് പോവുകയാണ്. മനസ്സിൽ ഒരു പ്രതീക്ഷ, എൻ്റെ കുഞ്ഞുമോൻ ജീവനോടെ ഉണ്ടോ? ശവപ്പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം അതിനുള്ളിൽ നിന്ന് ഒരു കത്തിക്കരിഞ്ഞ കൈ പുറത്തേക്ക് വരികയാണ്. നേരെ അയാളെ പിടിക്കുന്നു. അവിടെ വെച്ച് എഡ്ഗർ മനസ്സിൽ പറഞ്ഞ ഒരേ ഒരു വാക്ക്, അയ്യോ ഇതെന്ത് മൈർ. അങ്ങനെ ശവപ്പെട്ടിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ കൈ പുറത്തു വന്നതോടെ എഡ്ഗറപ്പൻ്റെ ആത്മാവ് നേരെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ റെഡിയായി. അയാൾ പിന്നിലേക്ക് തെറിച്ചു വീഴുന്നു. ശബ്ദം കേട്ട് മോർച്ചറിയിലെ ജീവനക്കാരൻ ഓടിയെത്തുകയാണ്. പക്ഷേ അകത്തെ ആ കാഴ്ച കണ്ട് ആ മനുഷ്യൻ മനസ്സിൽ പറഞ്ഞത്, ശമ്പളം കൂട്ടിയാലും മൈർ ഞാനിവിടെ ഇനി ജോലി ചെയ്യില്ല എന്നായിരുന്നു. കാരണം അവിടെ നിൽക്കുന്നത് വിൽ. അതെ, തീയിൽ കരിഞ്ഞ് ബാർബിക്യൂ ആയി തീർന്ന വിൽ. പക്ഷേ മനുഷ്യനായല്ല, ഡെഡൈറ്റ് വേർഷനായി, അതായത് ഈവിളായി. അടുത്ത നിമിഷം വിൽ നേരെ ജീവനക്കാരന്റെ മേൽ കാലുകുത്തി കുണ്ടികുത്തി ചാടുന്നു. അയാളെ കണ്ടാൽ വിശന്നു കിടന്ന കടുവ ബിരിയാണി കണ്ടതുപോലെ. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ജീവനക്കാരനെ കീറി മുറിക്കുകയാണ്. പിന്നീട് അൽഫാം വിൽ നേരെ തിരിയുന്നു. പതിയെ, വളരെ പതിയെ ആ ഭീകരശക്തി എഡ്ഗറിനുള്ളിലേക്ക് കയറുകയാണ്. ഇതിനിടെ മറ്റുള്ളവരെല്ലാവരും തടാകക്കരയിലെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആലീസ് പറയുന്നുണ്ട്, എനിക്ക് അവിടെ പോകാൻ ഒരു മൂഡില്ല. പക്ഷേ ജോസഫുഡൻ, നീ ഇപ്പോഴും ഈ കുടുംബത്തിന്റെ ഭാഗമാണ് കൊച്ചുമേരെ, ഇങ്ങ് വാ മോളെ. അതിനുശേഷം ചെറിയൊരു ചിരിയോടെ, പക്ഷേ അച്ഛന് നിന്നെ ഇഷ്ടമല്ല, അത് വേറൊരു വകുപ്പ്. അതായത് സ്വാഗതമുണ്ട്, സ്നേഹമില്ല. അങ്ങനെ എല്ലാവരും തടാകക്കരയിലെ വീട്ടിലെത്തുന്നു. അകത്ത് കയറിയ ഉടനെ തന്നെ ജോസഫ് അമ്മാമ്മ പോളിയോട് സംസാരിക്കുന്നു. ബാക്കിയെല്ലാവരും എവിടെ അമ്മുമ്മേ? പോളി, എൻ്റെ മകൾ സ്കൂളിലുണ്ട്. മകൾക്കപ്പോൾ പ്രായം 50 കഴിഞ്ഞിട്ടുണ്ട് എന്നത് വേറെ കാര്യം. ഡിമെൻഷ്യ തലച്ചോറിനെ ഓഫ്ലൈൻ മോഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ തള്ള ഇതെന്ത് മയിലാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. സൂസൻ മുകളിലെ ആറ്റിക്കിലാണ്. അവിടെ പഴയ സാധനങ്ങൾ ക്രമീകരിക്കുകയാണ്. സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ അവൾക്ക് BP ഉയരുന്നു. ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ജോസഫ്? മുത്തച്ഛൻ്റെ സാധനങ്ങളാണ്. അത് കേട്ടതും സൂസന്റെ മുഖം അന്താളിച്ചു പോയി. അവൻ കണ്ടിന്യൂ ചെയ്തു, അമ്മേ, മുത്തച്ഛൻ ഒരു രഹസ്യ സമൂഹത്തിന്റെ ബുക്ക് എഴുതുന്നുണ്ടായിരുന്നില്ലേ? ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്ന് അവൾ പ്രസംഗിക്കാൻ തുടങ്ങുന്നു. രഹസ്യ സമൂഹമല്ല മോനെ, അതൊരു കഴപ്പ് പിടിച്ച കൾട്ടായിരുന്നു. അവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് ലോകം ചുറ്റി നടന്നു. ദുഷ്ടശക്തി പിന്തുടരുമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഓടി രക്ഷപ്പെട്ടതാണ്. അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജോസഫ് അവിടെ നിൽക്കുന്നത് വൈവ എക്സാമിനേഷനിൽ ഒന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥിയെ പോലെയായിരുന്നു. ഇതിനിടെ അമ്മമ്മ പോളിയുടെ അവസ്ഥ കൂടുതൽ കുഴയുകയാണ്. ഒരു ഘട്ടത്തിൽ തീയെ കള്ളിയെന്ന് കരുതി നേരെ ആലീസിന് നേരെ ഒറ്റയൊരടി. കരണം പൊത്തി അടി കിട്ടിയതും ആലീസ്, ഞാൻ എന്ത് ചെയ്തിട്ടാ തള്ളേ? അതിന് മറുപടിയായി പോളിയമ്മാമ, എനിക്കും അറിയില്ല മോളെ. അവസാനം ആ സാധനത്തിനെ അവിടെ കസേരയിൽ കെട്ടിടേണ്ടി വരുന്നു. വീടിന് പുറത്തു നിന്നിരുന്ന ജോസഫ് പെട്ടെന്ന് ചുമക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. കളപ്പുരയിൽ കയറി നോക്കിയപ്പോൾ കള പറിക്കുകയായിരുന്നില്ല. എഡ്ഗർ അവിടെ ഗ്രാസ് കട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ മുഖം കണ്ടാൽ തോന്നും ഉള്ളിൽ എന്തോ ഒരു അപ്ഡേറ്റ് നടക്കുന്നത് പോലെ. അകത്ത് പ്രേതമെല്ലാം കയറി ആകെ ഊമ്പിത്തൊലിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ. പിന്നീട് ജോസഫ് ബേസ്മെന്റിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, അയ്യോ എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ. അതും വില്ലയുടെ ശബ്ദം. ജോസഫ് അടുത്ത നിമിഷം തന്നെ കുണ്ടിയുമാട്ടി നേരെ അവിടേക്ക് ഓടി ചെല്ലുന്നു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ നടുക്കിക്കളഞ്ഞു.